ദിലീഫ് ആർട്ട് ഗാലറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വേൾഡ് റെക്കോർഡ് നേടിയ കൈകൊണ്ട് എഴുതിയ ഒരു ഖുർആൻ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴിക്കോട് നിന്ന് ഇവിടേക്ക് വന്നത്. തൃശ്ശൂർ ജില്ലയിലെ വടക്കഞ്ചേരി വരവൂർ എന്ന പ്രദേശത്താണ് ഞാനുള്ളത്. കൈകൊണ്ട് എഴുതിയ മനോഹരമായ ഒരു ഖുർആൻ മുഴുവൻ അധ്യായവും ഒരു വർഷമെടുത്ത് കൈകൊണ്ട് എഴുതിയ ജലീന, അവരുടെ ഹസ്ബൻഡ്, അവരുടെ മോന്, അവരുടെ വീടിൻ്റെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് ഈ ഖുർആൻ ഓതിക്കൊണ്ട് ഇതൊന്ന് കാണാം. ഇത് എന്താണ്? ആ, അധ്യായങ്ങളുടെ എണ്ണാണോ? 114 അധ്യായങ്ങൾ അല്ലേ? ആ, ഓരോ അധ്യായത്തിനും ഖുർആനിൻ്റെ ഓരോ അധ്യായങ്ങൾക്കും പേരുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമുള്ളൊരു അധ്യായമാണ് സൂറത്തുൻ നിസാ. അതായത് സ്ത്രീകളുടെ പ്രശ്നങ്ങളും അവരുടെ പരിഹാരമൊക്കെ ആ അധ്യായത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു അല്ലേ? സ്ത്രീകൾ, അവരുടെ അവകാശങ്ങൾ, അവരുടെ സ്വത്തവകാശങ്ങൾ, അവരുടെ റൈറ്റ്സ്, ഇതൊക്കെ സമഗ്രമായിട്ടാണ് അല്ലേ? ഓക്കെ, ഇത് ഏത് ശൈലിയിലാണ് നിങ്ങൾ എഴുതിയത്? ഇപ്പോൾ പല ശൈലിയുണ്ട്. ഉസ്മാനിയ ശൈലി, ഒരു പുതിയ ശൈലി സ്വീകരിച്ചാണ്. അത് നിങ്ങൾ എഴുതാൻ വേറെ ഖുർആൻ റെഫറൻസ് ആയിട്ട് വെച്ചിരുന്നോ? നോക്കിയിട്ടാണോ എഴുതിയത്? ആ, ഒരു സ്റ്റൈലിൽ മാറ്റം. ഓക്കെ, നിങ്ങൾ ഡെയിലി ഏതാണ്ട് പൂർണ്ണമായിട്ട് ഇരിക്കുകയാണ് എത്ര പേജുകൾ എഴുതും? ഒരു 5 പേജ് എഴുതും. ഓക്കെ, ചില ദിവസം കുറയാറുണ്ട്, ചില ദിവസം 6 പേജ് എഴുതാറുണ്ട്. അങ്ങനെ പ്രചോദിപ്പിക്കാൻ എന്തായിരുന്നു കാരണം? എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഉറുദാണ് ആദ്യം എഴുതിയിരുന്നത്. അപ്പൊ ഉറുദുവിനോടുള്ള ഒരു പാഷൻ, പിന്നെ അങ്ങനെ ഖുർആൻ എഴുതാനായിട്ടാണ് തോന്നി. കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ DTP ഒക്കെ വരുന്നതിന് മുമ്പ് ശരിക്കും ഖുർആൻ എവിടെ നിന്നുണ്ടായത് അറിയോ? ഇന്ത്യയിൽ, ലോകത്തന്നെ ഫസ്റ്റ്. അതായത് ഈ മക്തൂമാരുടെ കാലഘട്ടം, പൊന്നാനി മക്തൂമാരുടെ ലൈബ്രറിയിൽ വെച്ച് അവരെന്നെ ആദ്യമായിട്ട് മനോഹരമായിട്ട്, കാരണം അറേബ്യയിൽ നിന്നല്ല ഖുർആൻ വന്നത്. ഖുർആൻ എഴുതിയും പ്രിൻറ്റിങ്ങും പൊന്നാനിയാണ് അതിൻ്റെ ആസ്ഥാനം. അതിന് മക്തൂമാരാണ് അതിന് നേതൃത്വം കൊടുത്തത്. അപ്പം ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്നാണ് ഇത് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് ഖുർആനൊക്കെ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ കേരളത്തിൽ പൊന്നാനിയിൽ വെച്ചിട്ട് കൈകൊണ്ട് മനോഹരമായിട്ട് എഴുതിയ ലിപികളായിരുന്നു അന്ന് നമ്മളെ പ്രിൻ്റ് ചെയ്യാനുള്ള ബ്ലോക്കുകളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കൈകൊണ്ട് എഴുതിയ ഖുർആനിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടി. അതിൻ്റെ സർട്ടിഫിക്കറ്റാണ്, പിന്നെ മെഡലാണ്. അതേപോലെ 2021 തന്നെയാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് കാണുന്നത്. അതിൻ്റെ മെഡലാണ്. ഇതുകൂടി തൊള്ളിട്ടുള്ളൂ. ആ, പഠിച്ചോളൂ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്. ഇനി വീണ്ടും പല ലോക റെക്കോർഡിലേക്കും പോകാൻ പോകുന്ന വളരെ മഹത്തായ ഒരു കാര്യമാണ് ജലീനയും അവരുടെ കുടുംബവും ഒക്കെ ചേർന്ന് വളരെ മനോഹരമായിട്ട് ചെയ്തത്. ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഇത് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന വല്ല വ്യക്തികളോ സ്ഥാപനങ്ങളോ മ്യൂസിയം, ആർട്ട് ഗാലറികൾ, അവർക്കൊക്കെ ഇത് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു നിബന്ധന മാത്രം. കാരണം ഇതിൻ്റെ മൂല്യം, കാരണം ഇവർ ജലീന ഒരു വർഷമെടുത്ത് നിരന്തരമായി ചെയ്ത ഒരു വലിയ
ദൗത്യം തന്നെയായിരുന്നു ഇത്. സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ചെയ്തത്. ഇതൊരു ലോക റെക്കോർഡായിട്ട് രേഖപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ഇത് ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഇതിനെ ഈ മൂല്യം മനസ്സിലാക്കി ഇത് ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നതിൽ ബന്ധപ്പെടണം. ഈ വിശേഷണമുണ്ട്. അതായത് മനുഷ്യരെത്ര കാലത്തുള്ളോ അത്രയും ഖുർആൻ നിലനിൽക്കണം. കാരണം മനുഷ്യനെ സത്യത്തിലേക്കും നന്മയിലേക്കും സമാധാനത്തിലേക്കും ക്ഷണിക്കുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വേദഗ്രന്ഥം അതാണ് ഖുർആൻ. ഈ ഖുർആന് എന്നും നിലനിൽക്കണം. അതിനെ അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ നല്ല മനോഹരമായ തേക്കിൽ ചെയ്ത ഇതിൻ്റെ ബോക്സാണ്. നമുക്ക് ബോക്സ് ഒന്ന് വിശദമായിട്ട് കാണാം. ഈ ബോക്സിലേക്ക് ഇതിൽ ഇറക്കി വെക്കുന്ന ഹുസൈനാണ്. അതേപോലെ ജലീലിൻ്റെ മോന് ഷിയാസാണ്. ഷിയാസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഡോക്ടർ ചൈനയിൽ MBBS കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം വെക്കേഷന് വന്നതാണ് അല്ലേ. അദ്ദേഹം നല്ലൊരു കലാകാരനാണ്. ഈ വീട്ടിലുള്ള മുഴുവൻ ചിത്രങ്ങളും ഷിയാസ് വരച്ചതാണ്. അതേപോലെ ജലീലും കലാകാരിയാണ്. കലയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഭംഗിയായിട്ട് മനോഹരമായിട്ട്, കാരണം ഇതിനൊക്കെ ലക്ഷങ്ങൾ ചിലവായിട്ടുണ്ടാവും ഈ രൂപത്തിലേക്ക് എത്തിക്കാൻ, എനിക്കറിയാം. അതുകൊണ്ട് ഇതിനെ മൂല്യം കാണുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടണം. ഇതിൻ്റെ ഒരു വലിയ എക്സിബിഷന് UAE ദുബായിൽ വെച്ച് നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും എല്ലാവർക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ ജനങ്ങളിലേക്ക് ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക. മോനെന്താ പറയാനുള്ളത് ഉമ്മൻ്റെ കാര്യങ്ങളിൽ? അറിയൂ എന്തൊക്കെ ഹെൽപ്പാ നീ ചെയ്തത്? എന്നാലും പേപ്പർ വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ, കട്ട് ചെയ്യാൻ, അതിനൊന്നുമില്ല. കാരണം മോനെ MBBS പഠിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് മാത്രല്ല ഉമ്മ ഇത് പൂർണ്ണമായിട്ട് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ എന്റെ ഹെൽപ്പ് കൊണ്ട് ചെയ്യാന്നുള്ളതല്ല, ഉമ്മക്ക് തന്നെ സ്വന്തമായിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിലോ റെഫറൻസ് വേണമെങ്കിൽ പറഞ്ഞു കൊടുത്താൽ പോലും ഉമ്മ തന്നെ ചെയ്യണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്ലി ഉമ്മയുടെ വർക്ക്. അപ്പൊ അതാണ്. പിന്നെ ഫുള്ള് ഇതിലുള്ള വർക്കുകളെല്ലാം ഹാൻഡ് ക്രാഫ്റ്റ് തന്നെയാണ്. കൈ യൂസ് ചെയ്തിട്ടുള്ള വർക്കുകൾ തന്നെ ഉള്ളൂ. മെഷീൻ പണി ഒന്നും വന്നിട്ടില്ല. ബൈൻഡിങ് ആണെങ്കിലും അവർ ഫുള്ള് കൈ കൊണ്ട്